നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ തലപ്പത്തൊരു വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ നീക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പേരാവൂർ MLA സണ്ണി ജോസഫിനെയാണ് പുതിയ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത്. നിരവധി പേരുകൾ ഇതിനു മുൻപ് ഉയർന്നു കേട്ടെങ്കിൽ പോലും സണ്ണി ജോസഫിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. സുധാകരനെ AICC പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കി മാറ്റുകയും ചെയ്തു. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം സുധാകരൻ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഈ പ്രതികരണത്തിൽ പാർട്ടിക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന സൂചന കിട്ടി. അതിനിടയിലാണ് സണ്ണി ജോസഫിനെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തു വരുന്നത്. ആറ്റിങ്ങൽ MP ആയ അടൂർ പ്രകാശിനെ UDF കൺവീനറായും നിയമിച്ചിട്ടുണ്ട്. MLA-മാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും നിയമിച്ചിട്ടുണ്ട്. 2001-ൽ കെ സുധാകരൻ കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴും പിൻഗാമിയായി എത്തിയത് സണ്ണി ജോസഫ് ആയിരുന്നു. വീണ്ടും 24 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം KPCCയുടെ അമരത്ത് അതുപോലെ തന്നെ എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുവെന്ന കാര്യം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സുധാകരനെ നേരിട്ട് വിളിച്ചറിയിക്കുകയായിരുന്നു. ആന്റണി, സണ്ണി ജോസഫ് എന്നീ പേരുകളായിരുന്നു ഹൈക്കമാൻഡിന് മുന്നിലുണ്ടായിരുന്നത്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണച്ചത് സണ്ണി ജോസഫിനെ ആയിരുന്നു. DCC അധ്യക്ഷൻ എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനം ഇതിനു മുൻപ് സണ്ണി ജോസഫ് കാഴ്ചവെച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നിന്നുള്ള MLA കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് 2011-ൽ കന്നി അംഗത്തിൽ തന്നെ CPM-ന്റെ KK ശൈലജയെ സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് എത്തിയത്. പിന്നീട് തുടർച്ചയായി 2016, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മത്സരം അതിജീവിച്ച് ഹാട്രിക് വിജയം സ്വന്തമാക്കി. അഭിഭാഷകനായിട്ടുള്ള സണ്ണി ജോസഫ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഇദ്ദേഹത്തിൻ്റെ വേരുകളെങ്കിൽ പോലും പിന്നീട് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ ഇരിട്ടിയിലേക്ക് കുടിയേറുകയാണ് ചെയ്തത്. KC പ്രവർത്തകനായിട്ടുള്ള തുടക്കം കുറിച്ചാണ് പിന്നീട് പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക്, തലശ്ശേരി കാർഷിക വികസന ബാങ്ക്, മട്ടന്നൂർ ബാർ അസോസിയേഷൻ, ഇരിട്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്. നിലവിലെ UDF കൺവീനർ MM ഹസനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരെയും പദവിയിൽ നിന്ന് ഒഴിവാക്കി പുതിയ വർക്കിംഗ് പ്രസിഡന്റായി PC വിഷ്ണുനാഥിനെ AICC സെക്രട്ടറി പദവിയിൽ നിന്ന് നീക്കി. അതുപോലെ തന്നെ ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.